So we get into the third module today. Third module. Actually, around I Sir, connection പോയതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. Okay. So we'll start with the fourth module. Fourth module topics are totally gyroscope related topics. അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമുക്ക് okay. We have to understand about gyroscopic couplings. Then the gyroscopic couplings എന്താണെന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് കൺസെപ്റ്റാണ്. Okay, just ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ you have a small race എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ ലൈൻ മാത്രമേ ജനറേഷൻ ഉള്ളൂ. To find out the gyroscopic couple. Gyroscopic couple എന്താണ് എന്ന് കണ്ടുപിടിക്കേണ്ട ഒരു റിലേഷൻ അത് lot of question ഏതാ ഹലോ സർ ഓഡിയോ ക്ലിയർ ഇല്ല. ഇപ്പൊ ക്ലിയർ ഇല്ല കേൾക്കുന്നില്ലേ? ഹലോ കേൾക്കുന്നുണ്ട് സർ. റഫ് വോയിസ്. ഇപ്പോഴോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? Yes sir. Okay, so gyroscopic couple that we have small relation a few times university question paper. University asked for the exam for 4 marks or 5 marks. We have to draw a figure that will explain a few contents of the figure. Then we have to write the basic for lines relation. Clear ഇല്ല. So we are writing second mark. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? Yes sir. ഹലോ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ഉണ്ടോ? സർ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഓക്കെ. പിന്നീട് ഗൈറോസ്കോപ്പിന്റെ അല്ലെങ്കിൽ ഗൈറോസ്കോപ്പിക് കപ്പിളിന്റെ എഫക്റ്റ് ആണ്. എഫക്റ്റ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ആണ് എയറോപ്ലെയിൻസ്, മൂവിംഗ് ഷിപ്സ്. അതൊരു സെപ്പറേറ്റ് കാറ്റഗറിയാണ്. ഈ എയറോപ്ലെയിൻസ് റിലേറ്റ് ചെയ്തിട്ട് ഗൈറോസ്കോപ്പിക് കപ്പിളിന്റെ എയറോപ്ലെയിൻസ് ആൻഡ് ഷിപ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് മോസ്റ്റ് പ്രോബ്ലി ചെറിയൊരു ഡെറിവേഷൻ ഒരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിന്റെ തിയറി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാം. കുറച്ചും കൂടി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നത് the effect of gyroscopic couples on stabilities of two-wheelers and four-wheelers. അതും related concept. It is a small derivation with a figure as well as അത് ഇതിൽ ആ ഡെറിവേഷൻ കംപ്ലീറ്റ് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കും. കാരണം വെച്ചാൽ ന്യൂമറിക്കൽസ് ആ ഡെറിവേഷൻ ഡെറിവേഷൻ ആസ്പെക്ട്സ് ചോദിച്ചിട്ടില്ല. ന്യൂമറിക്കൽസ് ആണ്. ന്യൂമറിക്കൽസ് if you have to complete, you have to know the total steps of the derivation. ആ ഡെറിവേഷൻ എല്ലാ സ്റ്റെപ്പും ആണ്. കാരണം വെച്ചാൽ ഓരോ സ്റ്റെപ്പും റിലേറ്റ് ചെയ്തിട്ട് പല വാല്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഇത്രയും കണ്ടന്റ്സ് ആണ് ബേസിക്കലി ഗൈറോസ്കോപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയുന്നത്. പഠിക്കാൻ വാട്ട് ഈസ് ബേസിക്കലി ഒരു ഗൈറോസ്കോപ്പ് പറഞ്ഞാൽ എന്താണ്? It is basically a device which is used for maintaining the orientation of a body. ഒരു മൂവിംഗ് ബോഡിന്റെ ഓറിയന്റേഷൻ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചായി പോവാതെ മൂവ് ചെയ്യേണ്ട ഒരു ഓറിയന്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിന് ഹെൽപ്പ് ചെയ്യുന്ന
ആയിട്ടാണ് gyroscope. Okay, how does it maintain the orientation? It maintains the angular velocity. Angular velocity മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ ഗൈറോസ്കോപ്പ് എന്ത് ചെയ്യുന്നത്, ഈ ഓറിയന്റേഷൻ. Basically it will have a spinning wheel of this, which is free to assume, അല്ലെങ്കിൽ അതിന്റെ ഒരു axis of rotation will be free to assume any orientation by itself. So when it is rotating, when this gyroscope or the spin axis is rotating, the spinning axis is never affected by the tilting or rotation of the body. Basically, conservation of angular momentum is a principle using gyroscope. And just video, animated video. World War II സമയത്താണ് ഗൈറോസ്കോപ്പ് റിലേറ്റഡ് കംപ്ലീറ്റ് നോളജ് കൊടുത്തില്ല, അല്ലെങ്കിൽ ഗൈറോസ്കോപ്പ് യൂസ് ചെയ്യുന്നത് വേൾഡ് വാർ ടൂവിലൊക്കെ സമയത്താണ്. ഇതിന് ജസ്റ്റ് ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടോയ് അല്ലെങ്കിൽ സിമ്പിൾ മോഡൽ കണ്ടാവും എക്സ്റ്റേണൽ ഫോഴ്സസ് എന്നാണ്. അതായത് whenever a rotating body changes its axis of rotation, ഇത് rotating disk എന്നാണ്. ആ rotating disk whenever it changes its of rotation, okay, a couple is applied on the rotating body. ആ rotating body ന്റെ ഷാഫ്റ്റിനാണ് ഈ കപ്പിൾ കൊടുക്കുന്നത്. ആ കപ്പിൾ എക്സാക്ട് ആയിട്ട് നമ്മളിപ്പോ ഒരു മെഷീൻ കോമ്പണന്റിന്റെ ഷാഫ്റ്റ് റൊട്ടേറ്റിംഗ് ബോഡിനെ കംപ്രൈസ് ചെയ്ത ഷാഫ്റ്റ് ആലോചിക്കാം. This gyroscopic couple acts on the band. പറഞ്ഞോ സാർ? ക്ലിയർ ഇല്ല, ഹലോ, ഭയങ്കര ലോ. അല്ല സാർ, ഇപ്പോഴോ? ഉത്തരവാ ഇപ്പൊ ഓക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ അതേപോലെ തിരിച്ച് അതേപോലെ ആകുന്നുണ്ടോ. സാറിന് 2 മൈക്ക് ഓൺ ആണോ? ഞാനിപ്പോ 2 മൈക്ക് എന്ന് പറഞ്ഞാല് ഞാനിപ്പോ ഹെഡ്ഫോണിന്റെ മൈക്ക് ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, പറ്റുന്നുണ്ട് സാർ, കേൾക്കാൻ പറ്റുന്നുണ്ട്.
ഞാൻ ഷെയർ ചെയ്ത് യൂട്യൂബ് സെക്ഷൻ കാണാൻ പറ്റുന്നുണ്ടോ? യെസ് സാർ. It യൂട്യൂബിൽ consists ഓഡിയോ of a metal വെക്കുന്നുണ്ടെന്ന് wheel പറഞ്ഞു. mounted on an axle. ഓഡിയോ വെക്കുന്നുണ്ടോ? ആ The സർ. wheel and axle spin freely, secured in a Yes, metal sir. frame. യൂട്യൂബിൽ ഓഡിയോ വെക്കുന്നുണ്ടോ ഇടയിൽ? ആ സർ. ആ സാർ. ഓക്കെ. Yes, sir. ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം. എന്താണ് ഗൈറോസ്കോപ്പ് എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. This is a gyroscope. It consists of a metal wheel mounted on an axle. The wheel and axle spin freely, secured in a metal frame. This simple device can behave in the most unexpected ways. The components of this simple mechanism are obvious, and it doesn't seem to have any special capabilities. Try to stand it on end and it falls over. Try to suspend it like this and it drops. Apparently it can't defy gravity. But spin the wheel and all that changes. A string provides a simple method to spin the wheel. The first thing I notice about the spinning gyroscope is that it resists attempts to change its position. A resistive force appears when I attempt to tilt or rotate the gyro. Now when I stand it on the tabletop, it stays vertical. The spinning wheel is creating a force that holds the gyroscope upright. When the wheel stops, the force disappears and the gyroscope falls. Incredibly, this force will support the gyroscope like this. It appears to be levitating. A spinning gyroscope will balance on a string. You can even lift the gyroscope with a string looped around one end. This interesting behavior is difficult to explain. Physicists have determined that a rotating wheel has angular momentum, similar to the momentum that a stone flying through the air has. To change the direction of the stone requires a force. Similarly, changing the orientation of the rotating wheel requires force. The spinning wheel prefers to stay oriented as it is, and it resists any attempt to change that orientation. The fact that gyroscopes will maintain a particular orientation in space is very useful. In modern aircraft, an inertial guidance system uses spinning gyroscopes to monitor and control the orientation of the aircraft. The gyroscope is suspended in a special cage that allows it to maintain its orientation independent of the aircraft's position. If the aircraft rolls, electric sensors and contacts connected to the gyro send information to the pilot about the aircraft's orientation. The Mars rover explores the surface of Mars using spinning gyroscopes to provide stability and navigational information. This full-sized robotic helicopter flies without an onboard pilot. Gyroscopes provide stability and navigation. Gyroscopes have become essential components of aircraft, ships, robots, and spacecraft. If you're interested in experimenting with a gyroscope, they are available from online science and hobby retailers. The gyroscopes I am using are manufactured by Tedco Manufacturing in Hagerstown. സംഭവം മനസ്സിലായോ?
കേൾക്കുന്നുണ്ടോ? Yes, sir. എന്താ എന്തെങ്കിലും ഐഡിയ കിട്ടിയ Yes, sir. എന്താണ് പറഞ്ഞത്? വളരെ സിമ്പിൾ വേർഡ്സ് പറഞ്ഞു. നിങ്ങൾ എന്തായാലും എന്തെങ്കിലും നിങ്ങൾ പ്രൊജക്റ്റ് ആയിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ആർട്ടിക്കിൾ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ അക്കാഡമിക് പ്രാക്ടീസ് എന്തെങ്കിലും റിസർച്ച് ചെയ്യുന്ന സമയത്ത് യു മൈറ്റ് ഹാവ് സം ഓഫ് ദിസ് ടൈപ്പ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? അറിയില്ല, നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന് പറഞ്ഞാൽ മതി. സാർ ഒരു കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വീൽ ഉണ്ടാവും ജൈറോസ്കോപ്പിന്. അത് ക്രിയേറ്റ് ചെയ്യുന്ന ഫോഴ്സ് കൊണ്ട് ജൈറോസ്കോപ്പ് പിന്നെ ഏത് ടിൽറ്റ് വന്നാലും എന്ത് പിന്നെ പൊസിഷനിലോ അല്ല അതിന്റെ ഓറിയന്റേഷനിൽ ചേഞ്ച് വന്നാലും അതിനെ റെസിസ്റ്റ് ചെയ്യും ആ ഫോഴ്സ് കൊണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റ് ആയാലും പിന്നെ ഫ്ലൈറ്റ് അങ്ങനത്തെ എല്ലാ ഇതിലും പിന്നെ അതിന് റിലേറ്റീവ് ആയിട്ട് ആ ബോഡി എത്ര ചേഞ്ച് ചെയ്യുന്നുണ്ട് അത് പിന്നെ ജൈറോസ്കോപ്പിലൂടെ നമുക്ക് മനസ്സിലാവും. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന കാണില്ല. ഇത് റൊട്ടേറ്റിംഗ് ഡിസ്ക് ആണ്. ഓക്കെ, ഈ റൊട്ടേറ്റിംഗ് ഡിസ്ക് this is attached to a shaft. ഈ ഷാഫ്റ്റിന്റെ വേണ്ടിയാണ് ഈ ഡിസ്ക്. ഓക്കെ, ഈ ഷാഫ്റ്റിന്റെ എൻഡിൽ രണ്ട് ബാരൻസ് ഉണ്ട്. ടു ബാരൻസ്. ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ ഒരു ആംഗുലർ ഡയറക്ഷനാണ്. ആ സ്പിന്നിങ് ഡിസ്ക് ആണ് ബേസിക്കലി. ആ സ്പിന്നിങ് ഡിസ്ക് ആണ് സ്പിന്നിങ് ആക്സിസ്. അതാണ് ബേസിക്കലി ഗൈറോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ത്രൂ ഔട്ട് ഉള്ളത് അല്ലേ? ഇതാണ് ഈ സ്പിന്നിങ് ഡയറക്ഷൻ. നമ്മൾ ഈ ഒബ്ജക്റ്റിനെ മൊത്തത്തിൽ കാണുന്നത് ഈ ഒരു ഭാഗത്താണ്. ഓക്കെ, ഇവിടെ നാം നിങ്ങളിത് നോക്കിക്കാണും. ഈ ഡയറക്ഷനിൽ നോക്കിക്കാണും. ഈ ഡയറക്ഷൻ നോക്കിക്കാണും. ഇത് നമ്മളുടെ റൊട്ടേറ്റിംഗ് ഡിസ്കായി. ഇത് ഡയറക്ഷൻ ഓഫ് വ്യൂ. ദിസ് ഈസ് റൊട്ടേറ്റിംഗ് ഓവർ ദിസ് ആക്സിസ് അല്ലേ? ഈ ഒരു ഷാഫ്റ്റിന്റെ മുകളിലാണ് ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഈ ഷാഫ്റ്റിന്റെ അല്ലെങ്കിൽ ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ്, ഈ ആക്ച്വലി ഷാഫ്റ്റിന്റെ ആക്സിസ് ആണ് എടുക്കുക. ഇതിനെ നമ്മൾ സ്പിൻ ആക്സിസ് എന്ന് പറയും. This is not a spin axis. This is spin ചെയ്യുന്ന ആക്സിസ്. ഓക്കെ, ഷാഫ്റ്റിൽ ബെയറിംഗ് ഉണ്ട്. ബെയറിംഗ്സ് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബെയറിംഗ്സ് ഒരു ഫ്രെയിമായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ഫ്രെയിമാണ് നേരത്തെ നിങ്ങൾ പുറമേ കണ്ടത്. ആ റൊട്ടേറ്റിംഗ് ഡിസ്കിന്റെ ആക്സിസിന്റെ പുറമേ കണ്ടത് നിങ്ങൾ അതിന്റെ ഫ്രെയിമാണ്. ഇനി ഈ റൊട്ടേറ്റിംഗ് ഡിസ്കിന്റെ ഇതിലൂടെയാണ് വെർട്ടിക്കൽ ആക്സിസ് വരയ്ക്കുന്നത്.
ഈ വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയും പ്രസഷൻ ആക്സിസ്. പ്രസഷൻ ആക്സിസ് എന്താണ് പ്രസഷൻ ആക്സിസ് എന്ന് പറഞ്ഞത്? പ്രസഷൻ ആക്സിസ്. ഈ പ്രൊസഷൻ ആക്സിസ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പിന്നിങ് ആക്സിസ് ഈ റൊട്ടേറ്റിംഗ് ഡിസ്ക് എങ്ങനെയാണോ ആ ഡയറക്ഷനിലാണ് സ്പിൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഈ സ്പിന്നിങ് ആക്സിസ് എങ്ങനെയാണെങ്കിൽ സ്പിന്നിങ് ആക്സിസിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ ആക്സിസ് ഡിസ്ക് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന റൊട്ടേറ്റിംഗ് ഡയറക്ഷൻ അല്ലെങ്കിൽ ആ ആംഗുലർ ഡയറക്ഷനായിട്ട് സ്പിന്നിങ് ആക്സിസിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ. പ്രിസിഷൻ ആക്സിസ് എന്ന് പറഞ്ഞാൽ പ്രിസിഷൻ ആക്സിസിന്റെ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ മൊത്തം ഡിസ്കിന് അല്ലെങ്കിൽ ഡിസ്ക് കണ്ടെയ്ൻ ചെയ്യുന്ന ഷാഫ്റ്റ്, ആ ഷാഫ്റ്റിന് ഒരു ടോട്ടൽ ചേഞ്ച് ഉണ്ടാകുന്നു. ചേഞ്ച് ഇൻ ഡയറക്ഷൻ, ആ ടോട്ടൽ ചേഞ്ച് ഇൻ ഡയറക്ഷൻ കാണിക്കുന്നത് പ്രിസിഷൻ ആക്സിസ്. ഈ ഡയറക്ഷൻ ദിസ് ഈസ് പ്രിസിഷൻ ആക്സിസ്. So if you understand the working or how a gyroscope maintains or its actual orientation in spite of changing the rotation or orientation of total frame or body, you will have to understand both these axes very clearly. Spin axis and precision axis. So just consider this disc is having a mass M. Here a mass M under the M mass disc, and the radius of gyration K rotating in anti-clockwise direction. നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കുന്ന അസെൻസർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക, റൊട്ടേറ്റിംഗ് ബോഡിയാണ്, മാസുള്ള ഒരു ബോഡി. സോ ഡെഫിനറ്റ്ലി റേഡിയസ് ഓഫ് ഗൈറേഷൻ സെന്റർ ഓഫ് ഗ്രാവിറ്റി ലൊക്കേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഉണ്ടാവും സ്പിന്നിങ് ആക്സിസ്. അതാണ് K എന്ന് പറഞ്ഞ റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ, നൗ ഈ ഡിസ്കിന്റെ ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ്. ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ഒമേഗ റേഡിയസ് സെക്കൻഡ്. ഈ ആക്സിസ് നമുക്ക് പേരുണ്ട്. സ്പിൻ ആക്സിസ് OX ആണ് കണ്ടിട്ട്. OX-ലൂടെ സ്പിൻ ചെയ്യുന്ന ഡിസ്കിന് Now, the precision axis, let the precision axis be denoted by O1. It will be O1. O-axis spin axis is O1 precision axis. So, എങ്ങനെയാണ് നേരത്തെ എനിക്ക് എക്സ്പ്ലനേഷൻ നിങ്ങളുടെ ആരോ തന്നത് എന്തായിരുന്നു? അതായത് ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ബോഡിന്റെ ഫ്രെയിം വേറെ രീതിയിൽ മൂവ് ചെയ്യുമ്പോൾ ഇറ്റ് മെയിൻറ്റെയിൻസ് ഓറിയന്റേഷൻ ബിക്കോസ് ഓഫ് ദി ജനറേഷൻ ഓഫ് എ ഫോഴ്സ്. ഒരു ഫോഴ്സ് ഉണ്ടാകുന്നതുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ബേസിക്കലി അവിടെ ഫോഴ്സ് അല്ല, അവിടെ ഉണ്ടാകുന്നത് ഒരു കപ്പിളാണ്. ഒരു കപ്പിളാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് കപ്പിൾ ജനറേറ്റ് ചെയ്യുന്നത് അനലിറ്റിക്കലി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ആ കപ്പിൾ ജനറേറ്റ് ചെയ്യുന്നത് ഇപ്പം you have an axis OX, you have an axis OY. ഈ എക്സും വൈ ആക്സിസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലെയിൻ അവിടെ കിട്ടും. എക്സ് വൈ പ്ലെയിൻ എന്നുള്ളൊരു സാധനം അവിടെ. എക്സും വൈയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. സ്പിൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു പൊസിഷൻ ആക്സിസ്. ബട്ട് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഓറിയന്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത് ഓൺലി ഡ്യൂ ടു ദ ജനറേഷൻ ഓഫ് എ കപ്പിളാണ്. ആ കപ്പിൾ ജനറേറ്റ് ചെയ്യുന്നത് ഈ രണ്ട് ആക്സിസിനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റൊരു ആക്സിസിന്. ആ ആക്സിസിലാണ് ഒരു കപ്പിൾ ജനറേറ്റ്. ആ ആക്സിസ് നമുക്ക് ഓൾ ജഡ്ജ് ആക്സിസ് കൊടുക്കാം. ഈ ഓജറ്റ് ആക്സിസിലാണ് ഒരു കപ്പിൾ ജനറേറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഓജറ്റ് ആക്സിസ് ഇസ് നോൺ ആസ് കപ്പിൾ ആക്സിസ്. ഇത് നമുക്ക് കപ്പിൾ ആക്സിസ് ആണ്. This is known as couple axis. Okay. What are the peculiarities of these axes? Okay. The spin axis OX, it will always have an independent rotation about the precision axis. The precision axis, അതായത് ഒരു ഡിസ്ക് OY എന്ന
ആക്സിസിന് അബോട്ടായിട്ട് മൊത്തത്തിൽ ആ ഷാഫ്റ്റ് കറങ്ങുകയാണ്. ആ ഷാഫ്റ്റ് ആ രീതിയിൽ കറങ്ങുമ്പോഴും സ്റ്റിൽ എന്താണ് സംഭവിക്കുക? ദ ഡിസ്ക് വിൽ ഹാവ് ഇറ്റ് സ്പിന്നിങ് അബൌട്ട് ദ സ്പിൻ ആക്സിസ്. സ്പിൻ ആക്സിസിൽ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അത് ഓവർ എന്ന പ്രൊസിഷൻ ആക്സിന് ചുറ്റും കറങ്ങുക. മനസ്സിലാകുന്നല്ലോ പറയുന്നത്? If we try to move the spin axis of the disk, it resists the motion. ഈ സ്പിൻ ആക്സിസ് മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ആ സ്പിൻ ആക്സിസിന് നമ്മളൊരു മോഷൻ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അത് ആ ഡയറക്ഷന് അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റിനെ റെസിസ്റ്റ് ചെയ്യുക. ദിസ് റെസിസ്റ്റൻസ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദിസ് ആക്സിസ് സ്പിൻ ആക്സിസ് ഗൈറോസ്കോപ്പിക് എഫക്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്? ഹലോ Yes, sir. ഒന്നുകൂടി പറയാം. ഈ വരച്ച ഫിഗർ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ചെയ്യണം. നമുക്ക് റൊട്ടേറ്റിംഗ് ഡിസ്ക്, ആ റൊട്ടേറ്റിംഗ് ഡിസ്ക് ഒരു ഷാഫ്റ്റിന്റെ വിലയിരുത്തണമോ രണ്ട് കാര്യങ്ങളുണ്ട്. ഈ റൊട്ടേറ്റിംഗ് ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ്, ആ റൊട്ടേഷൻ ചെയ്യുന്നത് നമ്മൾ സ്പിന്നിങ് നോക്കും. ആ സ്പിൻ ആക്സിസ് ആണ് OX. ഈ ഡിസ്ക് ആ സ്പിൻ ആക്സിസിന്റെ മേലെ ഇങ്ങനെ സ്പിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്പിൻ ആക്സിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഓവർ എന്നുള്ള ആക്സിസ് ഉള്ളത്. ആ ഓവർ എന്നുള്ള ആക്സിസിനെ ചുറ്റും ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു. അതായത് നിങ്ങൾ ആലോചിക്കുക, ആ മൊത്തത്തിലുള്ള ഷാഫ്റ്റ് OY എന്ന ആക്സിസ് എബോട്ടായിട്ട് അതിങ്ങനെ ലാറ്ററലായിട്ട് തിരിയുന്നു. ബട്ട് അതിങ്ങനെ ലാറ്ററലായി തിരിയുമ്പോൾ സംഭവിക്കുന്നുണ്ടാവും സ്റ്റിൽ സ്പിൻസ് അബൌട്ട് ദ സ്പിൻ ആക്സിസ്. സ്പിൻ ആക്സിസ് തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, അത് മാറുന്നില്ല. ദ സ്പിൻ ആക്സിസ് അലോങ് വിത്ത് ദ ഷാഫ്റ്റ്, even though it is rotating about OY, it still spins on the OX axis. OX axis spin ചെയ്തുകൊണ്ടാണ് ഈ സിസ്റ്റം മൊത്തത്തിൽ കറങ്ങുന്നത് OYക്ക് അബൌട്ട്. ആ OY എന്നുള്ള ആക്സിസിനെയാണ് പ്രസിഷൻ ആക്സിസ് പറയുന്നത്. OX എന്നുള്ള ആക്സിസിനാണ് സ്പിൻ ആക്സിസ്. ഈ OX ആക്സിസിന്റെ സ്പിന്നിങ്ങിന്റെ ഡയറക്ഷൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അബൌട്ട് OY ഞാൻ മൊത്തത്തിലെ ഡിസ്കിനൊന്ന് ശരിക്കാൻ ശ്രമിച്ചെന്ന് വിചാരിക്കും. OX ആക്സിനെ വേറെ തട്ടി അതൊന്നും സംഭവിക്കില്ല. കാരണം എന്താ? ഇറ്റ് സ്റ്റാർട്ട്സ് റെസിസ്റ്റിംഗ് പർട്ടിക്കുലർ എക്സ്റ്റേണൽ ഫോഴ്സ് ഓർ എക്സ്റ്റേണൽ മൂവ്മെന്റ്. ആ എക്സ്റ്റേണൽ മൂവ്മെന്റ് റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഇത് സ്പിൻ ആക്സിസിൽ സ്വയം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ OY ആക്സിന്റെ അബൌട്ട് ആ സിസ്റ്റം മൊത്തത്തിൽ തിരിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ അത് ഈ രണ്ട് ആക്സിസിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഓൾറെഡി എന്ന് പറഞ്ഞ ആക്സിസിന് ഒരു കപ്പിൾ ഡെവലപ്പ് ചെയ്യും. ആ കപ്പിളിനെയാണ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറയുന്നത്. ഈ ഗൈറോസ്കോപ്പിക് കപ്പിൾ ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് സ്പിൻ ആക്സിസിന്റെ ഡയറക്ഷൻ ട്രൈങ് ടു ചേഞ്ച് ദാറ്റ് റെസിസ്റ്റ് ദ ഡയറക്ഷൻ. ആ ഡയറക്ഷൻ അത് റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഗൈറോസ്കോപ്പിക് എഫക്ട് എപ്പോഴാണ് ഇതിൽ വരുന്നത്? ഓൺലി വെൻ there is a change in direction of angular velocity. സ്പിന്നിങ് ഡിസ്ക് ഒമേഗയാണ്. ആ ഒമേഗന്റെ ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റിയാണ് ഒമേഗ അല്ലേ? ആ ഒമേഗയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. അവിടെ ഒരു കപ്പിൾ അല്ലെങ്കിൽ ആ ഒരു ഗൈറോസ്കോപ്പിക് എഫക്ട് വരുന്നത്. എന്താണ് ഗൈറോസ്കോപ്പിക് എഫക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രിസിഷൻ ആക്സിസിന്റെ റൊട്ടേഷൻ ഇങ്ങനെയാണ്. ആൻഡ് ഒമേഗ എന്നത് ആംഗുലർ വെലോസിറ്റി സ്പിന്നിങ് ഡിസ്ക് ആണെങ്കിൽ ഞാൻ ഈ പ്രിസിഷൻ ആക്സിസിന്റെ പ്രിസിഷന് ഒരു വാല്യൂ കൊടുക്കും. ω c, ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രിസിഷൻ. ഒമേഗയിൽ ചേഞ്ച് വരുത്താൻ ശ്രമിക്കുന്ന സമയത്താണ് ഗൈറോസ്കോപ്പിക് എഫക്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഗൈറോസ്കോപ്പിക് എഫക്റ്റിന്റെ ഇക്വേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അത് വെറുതെ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമില്ല, കാരണം അതെങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കും. അതിന്റെ ഡെറിവേഷനാണ് ഞാൻ പറഞ്ഞത്. ചെറിയ മാർക്കിൽ ചോദിക്കാൻ സാധ്യതയിൽ ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ ഇക്വേഷൻ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. E = I into omega into omega c. This is the equation for gyroscopic couple. Where E എന്ന് പറഞ്ഞാൽ gyroscopic couple ആണ്, gyroscopic effect എന്ന് പറയും. Omega എന്ന് പറഞ്ഞാൽ angular velocity of the spinning disk. Omega p എന്ന് പറഞ്ഞാൽ angular velocity of the precision. Precision angular അല്ലെങ്കിൽ angular velocity of precision അതാണ് omega p എന്ന് പറയുന്നത്. Omega p നമുക്ക് ചേഞ്ച് ഇൻ
പൊസിഷൻ ഓഫ് ഡിസ്ക് യൂസ് ചെയ്ത് നമുക്ക് എഴുതാം. അത് ഇന്ന് ഞാൻ പറയുന്നത് നാളെ പറയാം. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എടുക്കാം. സോ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ കണ്ട് ജസ്റ്റ് ഒന്ന് ആലോചിച്ചോ. നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്ത് ആ വീഡിയോ കിട്ടും. ആ വീഡിയോയിൽ കറക്റ്റ് ആ വീഡിയോ 2-3 വളയങ്ങൾ വേണ്ട. ആ വളയങ്ങൾ ഒന്ന് സ്പിൻ ചെയ്യുന്ന പ്ലെയിൻ, പ്രിസിഷൻ നടക്കുന്ന പ്ലെയിനിലാണ് കാണിക്കുന്നത്. ആ വീഡിയോയിൽ 2-3 പ്രാവശ്യം നമ്മൾ കണ്ടു. സ്ട്രിങ്ങിന്റെ മേലെ ആ ഗൈറോസ്കോപ്പ് വെക്കുന്നത്, ഒരു ചെറിയൊരു കോണിക്കൽ ഷേപ്പുള്ള ബോഡിയുടെ മേലെ അതിന്റെ ഗൈറോസ്കോപ്പ് വെക്കുന്നത്. ബട്ട് ഏത് രീതിയിൽ ഗൈറോസ്കോപ്പ് വെച്ചാലും ആ ഗൈറോസ്കോപ്പ് അല്ലെങ്കിൽ ആ ടോട്ടൽ സിസ്റ്റം താഴേക്ക് വീഴുന്നില്ല. ഇറ്റ് ഓൾവേസ് മെയിൻറ്റെയിൻസ് ദ പൊസിഷൻ. Position maintained in the reason is only because it has a disk within itself on a spinning axis which continues to spin. ഒരു രീതിയിൽ ആ സ്പിന്ന് നിൽക്കുന്നില്ല. Spin when the particular moment when the spinning of the disk stops, what happens? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ മൊത്തം സിസ്റ്റം അത് എവിടെയാണോ അതിന് നമ്മൾ അതിനെ സബ്ജക്ട് ചെയ്തിട്ടുള്ളത് അവിടുന്ന് താഴേക്ക് വീഴുന്നു. അല്ലെ, വീഴുന്നില്ലേ? Yes, sir. Okay. So we do want to end the session for today. Just to introduce, I'll directly